എൻ്റെ പേര് കൃഷ്ണൻകുട്ടി എന്നാണ്. എൻ്റെ സ്ഥലം മുണ്ടയ്ക്കലാണ്. എനിക്കൊരു 2 വർഷത്തിന് മുമ്പേ എൻ്റെ വയറ്റിന് കൂടെ ഗ്യാസ് ഇങ്ങനെ ഒരു മലം പോകണമെന്ന് തോന്നും. പക്ഷേ ഗ്യാസായിട്ട് ഇങ്ങനെ പോവുകയാണ്, കൂടെ മലം പോവുക. അങ്ങനെ ഈ ഡോക്ടറെ കാണിച്ച് ചെക്ക് ചെയ്തപ്പം വൻകുടലിലൊരു ചെറിയൊരു കുരുപ്പ് പോലെ കണ്ട്. അപ്പോൾ അത് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞ്. അപ്പോൾ നമ്മൾ അങ്ങനെ നല്ല ഡോക്ടറെ തിരക്കി. അപ്പോൾ അങ്ങനെ എൻ്റെ മകൻ പറഞ്ഞ്, അങ്ങനെ അവൻ തിരക്കിയിട്ട് അവൻ്റെ കൂട്ടുകാരൻ പറഞ്ഞതനുസരിച്ച് ബൈജു സേനാധിപൻ എന്ന് പറഞ്ഞൊരു ഡോക്ടറുണ്ട്. ആ ഡോക്ടറെ കാണിച്ചാൽ മതി, നല്ല ഡോക്ടറാണ്, ഒരുപാട് കീഹോൾ സർജറിയൊക്കെ ചെയ്തിട്ടുള്ള ആളാണ്. അതുകൊണ്ട് നമുക്ക് ഡോക്ടറെ കാണിക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ മെഡിറ്ററേനിയനിൽ വന്ന് ഡോക്ടറെ കണ്ട് കാര്യങ്ങൾ സംസാരിച്ച് ടെസ്റ്റ് ചെയ്ത റിസൾട്ട് എല്ലാം കാണിച്ച്. അദ്ദേഹത്തിന് റെക്ടൽ ക്യാൻസർ ആയിരുന്നു, അതായത് മലാശയത്തിൽ ഉണ്ടാകുന്ന അർബുദമാണ് റെക്ടൽ ക്യാൻസർ. അപ്പം അത് ഒരു ഏർലി സ്റ്റേജാണ്, പക്ഷേ എന്നാൽ സർജറി കൊണ്ടേ അത് മാറ്റാൻ പറ്റുള്ളൂ എന്നുള്ളൊരവസ്ഥയായിരുന്നു. ഇത് ലോ റെക്ടൽ ക്യാൻസറാണ്, അതായത് ഇടുപ്പല്ലിനകത്താണ് ആ മലാശയത്തിൻ്റെ ഭാഗത്ത് ഈ അർബുദം ഉണ്ടായിരുന്നത്. അത് നമ്മൾ കീഹോൾ സർജറി വഴി പൂർണ്ണമായും നീക്കം ചെയ്യുകയും ഇനി വരാതിരിക്കാനും വേണ്ടി അതിന് ചുറ്റുമുള്ള കലകൾ, നമ്മളതിനെ കടലകളെന്ന് പറയും, അല്ലെങ്കിൽ ലിംഫ് നോട്ട്സ് എന്ന് പറയും. നമുക്ക് ഗൈഡ് ലൈൻസ് ഉണ്ട്, എത്ര ലിംഫ് നോട്ട്സ് എടുക്കണമെന്നൊക്കെ ഉള്ള ഗൈഡ് ലൈൻസ് ഉണ്ട്. ആ ഗൈഡ് ലൈൻസ് പ്രകാരം നമ്മളതെടുത്ത് പൂർണ്ണമായിട്ടും അത് നീക്കം ചെയ്യുകയും അത് കൂട്ടിയോജിപ്പിക്കുകയും, അതായത് സാധാരണ രീതി ആ ഭാഗത്തുണ്ടാകുന്ന മലാശയ ക്യാൻസറുകൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ടെമ്പററി ആയിട്ടെങ്കിലും ഒരു കൊളോസ്റ്റമി, അത് മോശം കടന്നു പോകുന്നതിന് വേണ്ടിയിട്ട്, പുറത്തേക്ക് കടത്തി വിടുന്നതിന് വേണ്ടിയിട്ട് ഒരു കൊളോസ്റ്റമി ചെയ്യാറുണ്ട്. പക്ഷേ ഈ ഒരു പേഷ്യൻറ്റിന് അത് ചെയ്യേണ്ടി വന്നിട്ടില്ല. പൂർണ്ണമായും സുഖം പ്രാപിക്കുകയും പിന്നെ അനുബന്ധ ചികിത്സകൾ ആവശ്യമില്ലാത്തൊരവസ്ഥ, അതായത് അത്രത്തോളം നമ്മൾ ക്ലിയറൻസ് കൊടുത്തതുകൊണ്ടാണ് ആവശ്യമില്ലാത്ത അവസ്ഥ. കീമോതെറാപ്പി, റേഡിയോതെറാപ്പി ഒന്നും ആവശ്യമില്ല. പക്ഷേ ഫോളോ അപ്പ് വേണ്ടി വരും, റെഗുലറായിട്ട് ഫോളോ അപ്പ് ചെയ്യുന്നതിനുള്ള പ്രോട്ടോക്കോൾസൊക്കെ ഉണ്ട്. അതൊക്കെ കൃത്യമായി പാലിച്ചുകൊണ്ട് അദ്ദേഹം ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം ഡോക്ടർ പറഞ്ഞു നമുക്കിവിടെ കീഹോൾ സർജറി ചെയ്യാം എന്ന് പറഞ്ഞു. അങ്ങനെ കീഹോൾ സർജറി ചെയ്ത് ഇത് എനിക്കിപ്പോൾ നല്ല ഫലം ഉണ്ട്. ഇപ്പം യാതൊരു ബുദ്ധിമുട്ടും എനിക്ക് അനുഭവപ്പെടുന്നില്ല. നേരത്തെ എൻ്റെ വെയിറ്റ് എനിക്ക് 71 കിലോ ഉണ്ടായിരുന്നത്, പിന്നെ 57 കിലോ ആയിട്ട് കുറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഇതിൻ്റെ ഈ അസുഖം കണ്ടുപിടിച്ച്, കുടലിൻ്റെ അസുഖം കണ്ടുപിടിച്ച്. ഓപ്പറേഷൻ ചെയ്ത സമയത്ത് എനിക്ക് 57 കിലോ ഉള്ളായിരുന്നു. അപ്പം ഞാനത് ഡോക്ടറോട് പറഞ്ഞു എനിക്ക് 70 കിലോ ഉണ്ടായിരുന്നു. അത് ഡോക്ടർ പറഞ്ഞ് അത് ഒരു 6 മാസത്തിനകം അത് ഒരു 65 കിലോ 70 കിലോ ആവുമെന്ന് പറഞ്ഞു. അങ്ങനെ എന്തായാലും ഇപ്പോൾ എനിക്ക് വേറെ ഒരു പ്രശ്നമില്ല. ഇപ്പം 3 മാസം കൂടിയിരിക്കുകയില്ല, വന്ന് ചെക്ക് ചെയ്യും, എൻ്റെ വെയിറ്റ് എല്ലാം കൂടി, പറയത്തക്ക പ്രശ്നങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് എനിക്ക് ഈ ബൈജു സേനാധിപൻ സാറിനെയും പിന്നെ മെഡിറ്ററേനിയൻ ഹോസ്പിറ്റലിൻ്റെയും സ്റ്റാഫിനെയും എല്ലാം എൻ്റെ നന്ദി അറിയിക്കുന്നു.